നമസ്കാരം ആൾക്കാരും വീണ്ടും വന്നിട്ട് നാട്ടിൽ കയറി പോണതിന് മുമ്പ് കെട്ടിയോളൂ ആകെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ പിള്ളേരുകളൊന്നും മുടി വെട്ടിക്ക് ചേട്ടാ കണ്ണിലേക്ക് ഇറങ്ങിയിട്ട് പള്ളി നാട്ടിൽ ചെല്ലുമ്പോൾ അപ്പാപ്പന മാമയും ജാതി ചീത്ത പറയൂട്ടാ നിങ്ങൾ വെറുതെ എന്നെ ചീത്ത കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് അന്ന് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ വന്നപ്പോൾ ഞാൻ നമ്മുടെ സ്പോട്ടിൽ വിളിച്ചു ചോദിച്ചു ചേട്ടാ നമ്മുടെ ക്ലാവിന് മുടി വെട്ടണം സെറ്റാക്കാൻ പറ്റുമോ അപ്പം പറഞ്ഞു ധൈര്യമായിട്ട് പോരെ നമുക്ക് പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പിള്ളേരും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് നോക്കിയേ റോട്ടിൽ കൂടെ നിങ്ങൾ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെയാണ്. ഞങ്ങൾ ആഭൂഷകരെ തന്നെയാണ് സ്പോട്ട്. അപ്പോൾ അവിടേക്ക് പതുക്കെയാണ് നടന്നു. അവിടെ സ്പോട്ടിൽ എത്തിയതിന് ശേഷം പിള്ളേരുകളെ പിടിച്ചിരുത്താന്ന് പറഞ്ഞൊരു ചടങ്ങായതിന് മുമ്പായിട്ട് അവരെ മയക്കാൻ വേണ്ടിയിട്ട് വേറെ ചെയ്തില്ല. അതായത് നോക്കിയേ കുറച്ച് ജ്യൂസും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അവരെ പിടിച്ചിരുത്തി നോനൂസ് ഇരുന്ന് തന്നുട്ടാ. അപ്പോൾ അവനോട് ആകെ എത്ര ഞാൻ പറഞ്ഞോട്ടാ നോക്കി കണ്ണിലേക്ക് ഇറങ്ങിയിട്ടുള്ള മുടി വെട്ടി ഒന്ന് വട്ടം സെറ്റാക്കി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ തനൂസാണെന്നുണ്ടെങ്കിൽ കിച്ചേട്ടൻ്റെ കൂടെ അങ്ങനെ ഇരുന്നു. വേറെ നോക്കിയില്ല, അവൾ അവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. കിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഫേവറേറ്റ് മനുഷ്യനാണ്. വേറെ നോക്കിയില്ല, വേറെ ആരുടെ കൂടെ ഇല്ലെങ്കിലും കിച്ചേട്ടൻ്റെ കൂടെ അവൾ ഇരിക്കും. അങ്ങനെ ആ മുടിയൊക്കെ വെട്ടി സെറ്റാക്കി ഭംഗിയാക്കി റെഡിയാക്കി തന്നുട്ടാ. പിന്നെ വലിയ ഫാഷനോളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു സെറ്റാക്കി എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴേ ഇവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അന്നൊരു വീഡിയോ പഠിക്കാം. അങ്ങനെ പഠിച്ചാട്ടാ. അപ്പോൾ ഒന്നും നോക്കണ്ട, വിരിയട്ടങ്ങോട്ട് പൂക്കാവടി.